വൈദ്യരെ, വല്ല ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ, അതോ പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ, വൈദ്യത്തിലും വൈദ്യനിലും. എനിക്കൊന്നിലും വിശ്വാസമില്ല. അത് വേണം. മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം. ആദ്യം ഈ നിരാശ അങ്ങോട്ട് മാറ്റുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട. തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങള്. അതെ, എന്നെ തിന്നാൻ വന്നോളൂ. ആരാ അത്? നീലാണ്ട, ഞാനാടാ ശേഖരൻ. നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായത്. ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും. എന്നിട്ട് ഇഞ്ചിഞ്ചായി, ഇല്ല കൊല്ലില്ല, പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം? ചികിത്സ നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. 2 കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും. നീ എന്താടോ ഒന്നും മിണ്ടാത്തത്? എന്താടോ കളവ തന്റെ മുഖത്തൊരു കടുപ്പം? എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ട നിർത്തടാ ചട്ടേ. ഓ, അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ? ഇല്ലടാ നായിന്റെ മോനെ. കിടക്കട, ഉണക്കാണ്ട് കിടക്ക്. ഓ, ഇയാളോ? മരണം 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 ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ, അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ? എന്താ ഇപ്പൊ മനസ്സിലെ? രണ്ടായാലും ജയം തന്നെ. നീലകണ്ഠന്റെ മേൽ ജയം. കുറച്ചുകൂടെ അടുത്തേക്ക് വരാം, വേണമെങ്കിൽ ഒന്ന് കാറ് തുപ്പാം. എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? സത്യമല്ലേ പറഞ്ഞുള്ളൂ ആര്യരെ. നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിലല്ലേ ഈ കുട്ടി? ഞാൻ പോകുന്നു ആര്യമാവ. വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ചികിത്സ നടക്കുന്നു. തെറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോകണം. ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു. പക്ഷേ ഇന്ന് പിന്നെയും ഞാൻ കരുതിയത് അച്ഛൻ അറിയുമ്പോ വലിയ സന്തോഷാവുന്ന. അച്യുതേട്ടന്റെ കാര്യസ്ഥ പണി തുടങ്ങിയ പിന്നെ അച്ഛന് തേങ്ങയുടെയും ചക്കയുടെയും കണക്കെന്നേ ഉള്ളൂ. നൃത്തവും സംഗീതവും ഒക്കെ മറന്നുപോയി. നിനക്ക് സന്തോഷായോ? എനിക്ക് തൃപ്തിയായി. ചേച്ചി നൃത്തം തുടങ്ങിയാൽ മാത്രമല്ല, മൂപ്പര് തന്നെ അതിന് കാരണക്കാരനായല്ലോ എന്ന് ഓർക്കുമ്പോ.
വെറുതെ ഒരു ശ്രമം നടത്തിയതാ. ഭാനു ഇരിക്കൂ. പണിക്കർ സാറിനെ ഒന്ന് അറിയിക്കായിരുന്നു. അറിയിച്ചു കഴിഞ്ഞല്ലോ. ഭാനു എന്താ കരുതിയത്? മറുപടിയും വന്നു. അദ്ദേഹം വരുന്നുണ്ട്. ഓ ആ, കൂടെ ഡൽഹിയിൽ എന്റെ സുഹൃത്തായ CS ഉണ്ട്. അയാൾ നാഷണൽ TVക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിൽ വെച്ചാ എന്റെ ഷൂട്ടിംഗ്. ഭാനുവാ ആ പരിപാടിയുടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. എങ്ങനെ? ഇത്രയൊന്നും പെട്ടെന്ന്. എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച്? ഞാനിവിടെ വെറുതെ ഇരിക്കാന്നാ? എഴുന്നേൽക്കണോ? അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല. ഞാൻ സഹായിക്കാം. പ്രയാസാവും. ശ്രമിക്കാലോ. ഇനി ആ വീൽ ചെയറിനടുത്തേക്ക്. പുതിയ ജന്മമല്ലേ, അപ്പോ പിച്ച വെച്ച് നടന്നു പഠിക്കണം. ഒരുപാട് വീണാലല്ലേ നടക്കാനാവൂ. കണ്ടിട്ടില്ലേ കുട്ടികളെ? എന്താ ഈ കാട്ടണത് നീല? എനിക്ക് താൻ എവിടായിരുന്നു? പൊറുതി മുട്ടിയിരിക്കുക ശേഖരന്റെ ആൾക്കാരെ കൊണ്ട്. പുഴക്കരപ്പറമ്പിൽ ഒരൊറ്റ നാളികേരമില്ല. എന്തിനും ഇപ്പൊ അവറ്റയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു തൂണ് പോലെ 4 എണ്ണം. സ്വന്തം തടി നോക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കാവും. അവരെ എന്തിനാ കുറ്റം പറയുന്നത്? കണ്ട കാല് തല്ലി ഓടിക്കുന്നല്ലേ അവന്റെ ഭീഷണി. ഞാനൊരു പെറ്റീഷൻ കൊടുത്താലോ എന്ന് വിചാരിക്കുക. പോലീസുകാർക്ക് ഇത്തിരി ചില്ലറ കൊടുത്താലും വേണ്ടില്ല. വേണ്ട, എന്തെങ്കിലും ആവട്ടെ. ഇനിയും വേണ്ട വഴക്കം വക്കാണോ. ഞാനെല്ലാം മറക്ക മനഃപൂർവ്വം. മറന്നേ പറ്റൂ. കാരണം ഇപ്പൊ മനസ്സ് മുഴുവൻ നീയാണ്. നീ, നിന്റെ ഭാവി, നിന്റെ ജീവിതം. കഷ്ടകാലം വന്നപ്പോ ഞങ്ങളുടെ ഓടിപ്പോയിന്ന് കരുതല്ലേ? ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല, പറഞ്ഞതുമില്ലല്ലോ. അതെ, ഈ 4 എണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓതി കൊടുത്തത് കേട്ട് ചാടി ഇറങ്ങിയതിന്റെ ഫല ഇപ്പൊ അനുഭവിക്കണേ. ഇനി ഇയാളുടെ ജീവനെടുക്കണോ? അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല വാരരെ ഞങ്ങള്. ആണോ? എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവാ. അങ്ങനെ ഒരു നന്ദി കാട്ടുക ഇപ്പൊ വേണ്ടത്. നീലം വീണപ്പോ നമ്മൾ കാവല് വേണമായിരുന്നു. തെറ്റന്നെ നമ്മൾ കാണിച്ചത്. എന്ത് ചെയ്യാനാ, ശേഖരന് പെരട്ടി ബല. എന്നാൽ എത്ര നാളാ ഇരുട്ടിന്റെ മറവറ്റി കഴിയാ? തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം, എന്നാലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ. വരുതാ ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്നാ. ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നു പോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിലെ വാതിലും ചവിട്ടി തുറന്ന്. പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. ചേരാ, നീ പോ.